ഹായ് ഫ്രണ്ട്സ്, ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ പൂവൊക്കെ സെറ്റ് ചെയ്ത് ഡിസൈനൊക്കെ വരച്ച് വെച്ചതുകൊണ്ട് എഴുന്നേറ്റ് ഉടനെ തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അടുക്കളയിൽ കയറിയിട്ടില്ലെങ്കിൽ ഇന്ന് എല്ലാവരും പട്ടിണിയായി പോകും. എൻ്റെ കലാദൗത്യം ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറികളൊക്കെ കുറച്ചായിട്ട് ഉണ്ടാക്കി വരുന്നുണ്ട്. പിന്നെ അടുക്കള ഞാനൊരു ചന്തയാക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ കഴിവ് തന്നെ. സ്ലോ മോഷൻ കണ്ടുപിടിച്ച ഏട്ടൻ ഉച്ചയായിട്ടും പൂവിട്ട് കഴിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഇട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു പൂക്കളം കാണാൻ വേണ്ടിയിട്ട്. എന്നെ പുകഴ്ത്താൻ വേറെ ഒരാളെ സഹായം എനിക്ക് ആവശ്യമില്ല ഗൈസ്. അപ്പോൾ കറികളായിട്ട് സാമ്പാർ, പച്ചടി, വറവ്, ചിക്കൻ കൂട്ടുകറി, പിന്നെ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ശർക്കര വരട്ടിയും ഉപ്പേരിയും പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും അപ്പോൾ ചായക്കടികളൊക്കെ എന്നെ മാടി വിളിക്കുന്നുണ്ട്. അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴും സദ്യ കഴിക്കേണ്ട തിരക്കായിരുന്നു. അവിടെയും സാമ്പാർ, പച്ചടി, കൂട്ടുകറി, അവിയൽ, പപ്പടം, പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറും കൂടിയുണ്ട്. പായസം ഉണ്ടാക്കിയിട്ടില്ല അമ്മ. പിന്നെ നോക്കുമ്പോൾ ഇത് ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം പോലെ ആരോ ഒരു ഉപ്പിലിട്ട് നെല്ലിക്കും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ബേബി, ടാറ്റാ.